നിങ്ങൾ തമ്പനയിലിൽ കണ്ടത് ക്ലിക്ക് ബൈറ്റ് അല്ല, സത്യമാണ്. ഇന്ന് 2400 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 55,000 രൂപ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 5000 രൂപ വെച്ചിട്ടാണ് ഈ കാണുന്ന വീഡിയോ. 5000 രൂപ വെച്ചിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെ 50,000 രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ടൈറ്റിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ, തമ്പനയിൽ വയ്ക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. 5000 രൂപ വെച്ചിട്ട് 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്താണ് സ്കാമാന്നൊക്കെ വിചാരിക്കുകയല്ലേ, അത് വിശ്വസിക്കുകയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ടു. ഇന്ന് നിഫ്റ്റി 50യുടെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. ഇന്ന് സത്യം പറയാൻ ഈ കൂടുതൽ പൈസ ഞാൻ ഉണ്ടാക്കി. 5000 രൂപ പോലും ക്യാപിറ്റൽ ഇല്ലായിരുന്നു. 2400 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ഇന്ന് 55,000 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻ്റെ PNL എല്ലാം ഞാൻ കാണിച്ചു തരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, എന്തൊക്കെ ട്രേഡ്സാണ് ഇന്ന് എടുത്തത്, പൊതുവിലെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്കും ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ എടുക്കാം, ആലീസ് ബ്ലൂവിലൊക്കെ എടുക്കാം. അതിൽ എടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നിഫ്റ്റിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് 28 മാർച്ച്. അപ്പോൾ 28 മാർച്ചിൽ ഈ ഒരു സ്ഥലത്തു നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. 22,178 എന്ന് പറയുന്ന ആ ഒരു നിലയ്ക്കാണ് ഓപ്പൺ ആയത്. അവിടെ നിന്ന് മാർക്കറ്റ് അങ്ങ് ഭയങ്കരമായിട്ടുള്ള ബയ്യിങ് ക്യാൻഡിൽസൊക്കെ വന്നിട്ട് മേളി പോയിട്ട് 22,514 വരെയൊക്കെ ടച്ച് ചെയ്തു. 22,514 വരെയൊക്കെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ക്ലോസ് ആകുന്ന സമയം 2 മണിക്കൊക്കെ ശേഷം 2:45 ആകുമ്പോൾ, ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഈ മാർക്കറ്റ് ഒരു ഭയങ്കര ഫോളായിരുന്നു. ഈ ഒരു അരമണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് ഇവിടം വരെ വന്നു 22,267. അതായത് 22,502 നിന്ന് ഏതാണ്ട് 250 പോയിൻറ്റോളം താഴെ ഒരൊറ്റ പതിക്കലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ മുകളിലോട്ട് പോക്കായിരുന്നു. എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് 22,343 അപ്പോൾ ഇന്ന് ഓവറോൾ മാർക്കറ്റിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 0.92%, അതായത് 203 പോയിൻറ്റ് ഗെയിനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫ്ലക്ച്വേഷൻ ആയിരുന്നു. ഇപ്പോൾ അവസാനത്തെ ഒരു അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഫ്ലക്ച്വേഷൻ ആയിരുന്നു, ഹൈലി വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. ഇന്ന് ഞാൻ എടുത്ത ട്രേഡ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ PNL ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രേഡ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2,400 രൂപയാണ്. ഇന്ന് രാവിലെ ട്രേഡിങ് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ വെറും 2,400 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ കുറച്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ലോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5,500 രൂപയാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ 5,500 രൂപ ലോസായി 2,400 രൂപയിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫണ്ട്സ് കാണിച്ചു തരാം. ഫണ്ട്സ് ഇപ്പോൾ നോക്കിയാൽ തന്നെ 2,411 രൂപയാണ് ഇപ്പം കാണിക്കുന്നത്. കാരണം ആലീസ് ബ്ലൂവിൽ അപ്ഡേറ്റ് ആകാൻ ചെറിയൊരു താമസമുണ്ട്. അപ്പോൾ 2,411 രൂപ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ 2,411 രൂപ വെച്ചിട്ട് ഞാൻ രാവിലെ എടുത്ത ഓർഡറൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെയാണ് ഓർഡർ എടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്ത ഓർഡറിൽ തന്നെ ഈ 3 ലോസാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ഈ ഓർഡർ ഉണ്ടല്ലേ, ഇത് 55, അതായത് ബൈയിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ 97 പൈസയാണ്. എൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസാണ് എടുത്തത്. ഓക്കെ, ഇപ്പം മാർക്കറ്റ് അപ്പിലേക്ക് പോകുമെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു. ഈ ഒരു വിഷയത്തിൽ മാർക്കറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ താഴോട്ട് പോകും. അപ്പോൾ രാവിലത്തെ ഒരു അനാലിസിസ് ഒക്കെ വെച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു അനാലിസിസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം PCR ഒക്കെ, പുട്ട് കോൾ റേഷ്യോ ഒക്കെ പോസിറ്റീവായിരുന്നു. അങ്ങനെ എല്ലാ ഘടകങ്ങളും പോസിറ്റീവ് ആയിരുന്നതുകൊണ്ട് ഞാൻ അപ്പിലോട്ട് പോകുന്ന ഇതാണ് എടുത്തത്. കോൾ ഓപ്ഷനൊക്കെയാണ് എടുത്തത്. അപ്പിലോട്ട് പോകുന്ന കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 22,600 അതായത് മാർക്കറ്റ് 22,250 നിൽക്കുമ്പോൾ 22,600 CE ആണ് എടുത്തത്. ഇന്ന് എക്സ്പയറി ഡേ കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ഒക്കെ ബൈ ചെയ്യുമ്പോൾ നമുക്ക് തീരെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക് കിട്ടും. അപ്പോൾ ഒരു രൂപ 2 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഒരു ഓപ്ഷൻ്റെ വിലയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഞാൻ കുറേയൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പുറകിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിലെനിക്ക് 231 രൂപ ലോസ്, പിന്നെ ഒരു 91 രൂപ ലോസ്, പിന്നെ 726 രൂപ ലോസ്. പിന്നെ ഈ ഒരു ഇത് നോക്കുക, ഈ ഒരു ഇത് നിഫ്റ്റി. ഇത് ഞാൻ എഡിറ്റ് ചെയ്തൊന്നുമല്ല, ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുകയാണ്, കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് റീഫ്രഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് 22,500 CE ഞാൻ ബൈ ചെയ്തത് 3 രൂപ 45 പൈസയിലുള്ള സമയത്താണ്. 3 രൂപ 45 പൈസയ്ക്ക് ഇത് കിട്ടാൻ കാരണമുണ്ട്. ഇത് ഫാർ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ. അത് ഫാർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ആയിരുന്നു. അപ്പം അറ്റ് ദ മണി ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് നിലവിൽ എന്താണോ, പ്രസൻറ്റ് സ്ട്രൈക്ക് പ്രൈസ് എന്താണോ അതിൻ്റെ ഒരു അടുത്തുള്ള
ഒരു ഇതിലൊക്കെ ആയിരിക്കും ഒത്തിരി ആൾക്കാർ, ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും ഒത്തിരി ആൾക്കാർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തത് 22,500 CE ആണ് എടുത്തത്. ഇതൊരു ഔട്ട് ഓഫ് ദ മണി ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ആരും ട്രേഡ് എടുക്കുകയല്ല, എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാകാനാണ് സാധ്യത. കാരണം പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ഡെൽറ്റ ഒന്നും കിട്ടുകയില്ല. അപ്പോൾ ഡെൽറ്റയുടെ ഇതൊന്നും കിട്ടത്തില്ല എന്ന് നമുക്കറിയാം, സംഭവമൊക്കെ നമുക്കറിയാം. എന്നാലും എൻ്റെ കയ്യിൽ 2,400 രൂപ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുമായിരുന്നു ചെയ്തത്. ഇപ്പോൾ 2,400 രൂപ പോയാൽ 2,400 രൂപ പോയി, കിട്ടിയാൽ എത്ര വേണമെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഇതെടുത്തത്. അപ്പോൾ ആ ഒരു ട്രേഡിൽ ഞാൻ 3 രൂപ 45 പൈസയ്ക്ക് വാങ്ങിയ സാധനം 15 രൂപ 14 പൈസയ്ക്ക് എനിക്ക് വിൽക്കാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 338.84% പ്രോഫിറ്റ്. അപ്പോൾ 15,781 രൂപയുടെ പ്രോഫിറ്റ് എനിക്ക് വന്നു. കാരണം ഇത് 15,000 അല്ല, ഇതെനിക്ക് 18,000 രൂപയുടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രേഡും കൂടി എടുത്തപ്പോൾ അതിൽ ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടോട്ടൽ ആവറേജ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബൈയിങ് ആവറേജ് 3 രൂപ 45 പൈസയും സെല്ലിങ് ആവറേജ് 15 രൂപ 14 പൈസയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ വേറൊരു കോൾ ഓപ്ഷൻ ഞാൻ എടുത്തത് 22,400 CE ആണ് ഞാൻ എടുത്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ എടുത്തത് ഇതാണ് 22,400 CE. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ 13 രൂപയ്ക്കാണ് എടുത്തത് കേട്ടോ. 13 രൂപയ്ക്ക് എടുത്തു. അത് സെല്ല് ചെയ്തത് 42-43 രൂപയ്ക്കാണ് ഞാൻ സെല്ല് ചെയ്തത്. പിന്നെ അതിൽ ഞാൻ ഒരു ഇതും കൂടി പ്രൈസ് ഹൈ ആയിട്ടിരുന്ന സമയത്ത് ഒരു ഇത് ലോട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ലോട്ടിൽ എടുത്തത് ഞാൻ കുറച്ചധികം ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പൊസിഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ബൈയിങ് ആവറേജ് 22.98 കാണിക്കുന്നത്. അപ്പോൾ അതിൽ വന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,794 രൂപയാണ് ഈ ഒരു നിഫ്റ്റി മാർച്ച് 22,400 CEയിൽ. അതിൻ്റെ ഇതുണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഒറ്റ ദിവസത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് 82.55%. പിന്നെ എനിക്ക് ബമ്പർ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിലാണ്. ഞാൻ ബാക്കി എല്ലാം നിങ്ങളറിയാം കോൾ ഓപ്ഷനാണ്. ഈ മാർക്കറ്റിൻ്റെ അവസാനം ആകാറായപ്പോഴത്തേക്ക് ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്തു. പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ ലിങ്കറിങ് ആയിരുന്നു, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയത്തോ മറ്റോ ആണ് ഞാൻ എടുത്തത്. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റ് പിന്നെയും അപ്പാവുന്നു. അപ്പോൾ മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന പുട്ട് ഓപ്ഷൻ്റെ വില കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 രൂപ 22 പൈസയ്ക്ക് വാങ്ങിയ പുട്ട് ഓപ്ഷൻ്റെ വില എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് 70 പൈസയ്ക്കും 65 പൈസയ്ക്കൊക്കെ ആയി. അപ്പോൾ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം ഓൾറെഡി ഇന്നൊരു 18,000 രൂപ പ്രോഫിറ്റാണ്. അപ്പോൾ 18,000 രൂപ പ്രോഫിറ്റിൽ ആയപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഒരു 6,000 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തത്. 6,000 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13,000-13,000 രൂപയോളം മുടക്കിയിട്ട് ഞാനൊരു 6,000 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നഷ്ടമാണെങ്കിൽ മൊത്തത്തിൽ 0 ആയി പോകും. 13,000 രൂപ മൊത്തത്തിൽ പോകും. എന്നിട്ട് 18,000 ബാക്കി വരുന്ന 5,000 രൂപ ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചേനെ. ആ ഒരു ഇത് വെച്ചിട്ടാണ് റിസ്ക് എടുക്കുമായിരുന്നു ചെയ്തത്. അവസാനം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗെയിം കളിക്കുന്ന പോലെ അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പം അനാലിസിസ് കുറേ അനലിസ്റ്റൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മാർക്കറ്റ് 22,600 ഒന്ന് ടച്ച് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ ഒരു അനാലിസിസിൽ ഞാൻ വിവാപ്പും അതും ഇതൊക്കെ വെച്ചിട്ടൊന്നുമല്ല ചെയ്തത്. ഞാനിതെല്ലാം വെച്ച് ചെയ്തപ്പം പലപ്പോഴും നമുക്കിട്ട് നല്ല ഇതാണ് കിട്ടിയിട്ടുള്ളത്. കൈ ശരിക്കും പൊള്ളിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിവാപ്പം ശരിക്കും അനാലിസിസൊക്കെ ചെയ്തിട്ട് കളിച്ചപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് വിചാരിച്ചത്, ഇപ്പം PCR ഡേറ്റ ഞാൻ നോക്കി, PCR പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ PCR പോസിറ്റീവ് ആയിരുന്നപ്പോൾ ഞാൻ ഇതെടുത്തപ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് പോയി ഈ ഒരു അറ്റം വരെ വന്നു. അപ്പോൾ ഡേയുടെ ഹൈ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഉള്ളിലൊരു തോന്നൽ, ഇതിനിപ്പം പരമാവധി മാക്സിമം എത്താനുള്ള മാക്സിമം എത്തി, ഇനിയിപ്പോൾ പുറകിലോട്ട് പോകും, താഴോട്ട് പോകാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ പുറകിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലൊക്കെ അതുപോലെ കുറേ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്, അതല്ലാതെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തോന്നലിൻ്റെ പുറത്ത്, ഇൻഡ്യൂഷൻ്റെ പുറത്ത് എടുത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തത് നമുക്ക് നല്ലൊരു ഇതാണ് തന്നത്. അതായത് നമ്മളൊരു 12,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത്, അതിൻ്റെ പുറത്ത് 36,600 രൂപയുടെ ലാഭമാണ് വന്നിട്ടുണ്ടായത്. ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 274.77% ആണ്. അപ്പോൾ ഇന്ന് രാവിലെ 9:30 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 2,400 രൂപയാണ്. അപ്പോൾ ആ 2,400 രൂപ ഇന്ന് പ്രോഫിറ്റ് മാത്രം 55,127 രൂപയും പിന്നെ ഒരു മുതലും കാണുമല്ലോ, മുതൽ 2,400 രൂപ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് അതാണ് 57,000 മിച്ചമായിട്ടുണ്ട്. ഇതിൽ 57,000 മിച്ചം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. ഇതിൽ നമ്മൾ ഇവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആലീസ് ബ്ലൂവിൻ്റെ ഇതാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ആലീസ് ബ്ലൂവിൽ ഞാൻ ട്രേഡ് ചെയ്യാനൊരു കാരണമുണ്ട്. ആലീസ് ബ്ലൂവിൽ ഓരോ ട്രേഡിനും ഇവർ ചാർജ് ചെയ്യുന്ന അമൗണ്ട് തീരെ കുറവാണ്. അതായത് ബ്രോക്കറേജ് കമ്മീഷൻ തീരെ കുറവാണ്. ഒരു ട്രേഡിന് 15 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്സ്റ്റോക്സിലും സെറോദയിലൊക്കെ 20 രൂപയാണ്. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് നല്ല ലാഭമാണ്. കാരണം ഇന്നത്തെ ഞാൻ ഓർഡേഴ്സൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ട്രേഡ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 67 ട്രേഡാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഓക്കെ,
ബൈയും സെല്ലും ഒക്കെ ആയിട്ട് 67 ട്രേഡാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ 67 ട്രേഡ് നടക്കുമ്പോൾ ഒരു ട്രേഡിന് 15 രൂപ വെച്ചിട്ട് കൂട്ടിയാൽ പോലും 67 × 15 നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറയും. ഏതാണ്ട് ഒരു 1000 രൂപയോളം കൂട്ടിക്കോളൂ. 1000-1100 രൂപ ഇതിൽ നിന്ന് കുറയും. എന്നാലും ഇന്ന് ഒരു ലോട്ടറി അടിച്ച കണക്കാണ്. ഞാൻ എഗെയിൻ പറയുവാണ്, ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5000 രൂപ കൊണ്ടിട്ട് 5000 രൂപ വെച്ചിട്ട് 50,000 രൂപ ഉണ്ടാക്കാമെന്ന്. ഇന്ന് വെറും 2400 രൂപ വെച്ചിട്ടാണ് 55,000 രൂപ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇതേപോലെ ഈ 55,000 രൂപ ഞാൻ നാളെ ഇട്ട് കഴിഞ്ഞാൽ വട്ടപൂജ്യമാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത്രയധികം ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള, അതേസമയം ഭയങ്കര റിവാർഡിംഗ് ആയിട്ടും ഉള്ള ഒരു പരിപാടിയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ 99% ആൾക്കാർ ഇതിൽ ഫെയിലായി പോവുകയാണ് ചെയ്യുന്നതെന്നത്. ബാക്കി വരുന്ന 1% ആൾക്കാർ ഭയങ്കരമായിട്ട് പൈസ വാരും. ഇന്ന് ഒരു ദിവസം എനിക്ക് 55,000 രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഞാൻ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നല്ല. നമ്മൾ ഓവറോൾ ഒരു മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റബിൾ ആണോ, ഞാൻ ലോസ് ആണോ എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരു ദിവസം 55,000 രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാലും പറ്റിയെന്നിരിക്കും. അപ്പോൾ ഈ നമ്മളെ കൊണ്ടുപോയിട്ട് ഈ നഷ്ടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാഗ്രഹമാണ്. ഇപ്പോൾ 55,000 രൂപ ഉണ്ടാക്കി എനിക്ക് 2400 രൂപ വെച്ചിട്ട് എനിക്ക് 55,000 ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ, അപ്പോൾ ഈ 55,000 വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കാമല്ലോ ഒരൊറ്റ ദിവസം എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അത് നടക്കും. അങ്ങനെ നടക്കാതിരിക്കുകയൊന്നുമില്ല. പക്ഷേ അതേസമയം ഈ 55,000 രൂപ പൂജ്യമായി പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കണം, നിങ്ങളും മനസ്സിലാക്കണം. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ കാണാത്തവർക്ക് വേണമെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷെയർ മാർക്കറ്റിലേക്ക് ഇതുവരെ കടക്കാതിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങൾ ഇതിലേക്കൊന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ഒന്ന് പഠിക്കുക. ഓക്കെ, ഇത് ഇത്രയ്ക്ക് റിസ്ക് ഒന്നും എടുക്കണ്ട. ചെറിയ റിസ്ക് ഇല്ലാതെ നമ്മൾ ഒരു മീഡിയമായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് മീഡിയമായിട്ട് നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ താഴെ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിലും ആലിസ് ബ്ലൂവിലും ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്യുവർലി ഇത് നമ്മുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പൈസ ഇട്ട് ട്രൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആലിസ് ബ്ലൂ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അതല്ല, മൊത്തത്തിൽ ഓവറോളായിട്ട് എല്ലാം കൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാം ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൽ ചെയ്യാം. അപ്പോൾ അപ്സ്റ്റോക്സിലും ആലിസ് ബ്ലൂവിലും രണ്ടെണ്ണത്തിലും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോളാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതിൽ ആലിസ് ബ്ലൂവിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ഫീസ് വരുന്നത് ഒരു വർഷത്തേക്ക് 400 രൂപയാണ് വരുന്നത്. ഓക്കെ, ചാർജസ്. അപ്സ്റ്റോക്സിൽ അത് ഫ്രീ ആണ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക, ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വലിയ റിസ്ക് ഇല്ലാതെ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. പൈസ ഉണ്ടാക്കാൻ പറ്റാണ്ടൊന്നും ഇല്ല. ഞാൻ ഇന്ന് ഇത് കാണിക്കുന്നതിന് കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്കാർ ചിലപ്പം ബിലീവ് ചെയ്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇന്ന് തന്നെ എനിക്ക് നടന്ന എക്സ്പെരിമെൻറ്റ് ലൈവായിട്ട് തന്നെ ഒരു സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത് വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.